പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട രണ്ട് സംഘടനകളായിരുന്നു പോപ്പുലർ ഫ്രണ്ടും SDP-യും. ഇത് രണ്ടും തീവ്രവാദ സംഘടനകളാണ് എന്ന് കേരള ഹൈക്കോടതി വിധിയും പറഞ്ഞിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും വിദേശ ഫണ്ടിങ്ങുകളും ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെ ഒക്കെ കൂടി ക്രോഡീകരിച്ച് ഒരു പുതിയ സെറ്റപ്പിലേക്ക് പോകുന്നതും വിദേശ ഫണ്ടുകൾ വന്നു കുമിഞ്ഞു കൂടുന്നതുമൊക്കെ NIA-യുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അങ്ങനെ അവരന്വേഷിക്കുന്നു, കുറ്റപത്രം സമർപ്പിക്കുന്നു. അങ്ങനെയാണ് ഈ സംഘടനയെ തന്നെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത്. ഒരു പക്ഷേ പോപ്പുലർ ഫ്രണ്ട് എന്ന മതസംഘടനയെ നിരോധിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് തീവ്രവാദമോ ഭീകരവാദത്തിനോ ഒന്നും അയവ് വരില്ല. ഇതെല്ലാവർക്കും അറിയാം, കോടതിക്കും അറിയാം. പക്ഷേ അതിൻ്റെ തന്നെ രാഷ്ട്രീയ സംഘടനയായ SDP-യെ ഇവിടെ നിലനിർത്തിയിട്ട് PFI-യെ നിരോധിച്ചതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. 120 കോടി രൂപയാണ് ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ തകർക്കാൻ വിദേശത്ത് നിന്ന് പോപ്പുലർ ഫ്രണ്ടിന് വന്നിറങ്ങിയത്. ഇന്നലെ ജനം TV-യുടെ മുൻ എഡിറ്റർ പറയുന്നുണ്ടായിരുന്നു, 3 കണ്ടെയ്നറുകൾ കണക്കിന് നോട്ടുകളാണ് ഈ കേരളക്കരയിൽ വന്നത്. എന്തിന്? ഈ രാജ്യത്തെ തകർക്കാൻ, ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ തകർക്കാൻ, അന്യമത വിശ്വാസികളെയൊക്കെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് ഒരു ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് പോലെ ഭൂമിയൊക്കെ നമ്മുടേതാക്കി മാറ്റി ഒരു ലാൻഡ് ജിഹാദും നമുക്ക് പറ്റുമെന്ന് തെളിയിക്കാൻ. ഇപ്പോഴിതാ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, PFI ഒരു തീവ്രവാദ സംഘടനയല്ല പോലും. നോക്കാം. പോപ്പുലർ ഫ്രണ്ട് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അല്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ആ ജഡ്ജ്മെൻ്റാണ് എൻ്റെ കയ്യിൽ. ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ പറയാൻ കാരണം, നിയമത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ടെററിസ്റ്റ്, ടെററിസം, ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്നൊക്കെയാണ്. നമ്മൾ മലയാളത്തിൽ തർജ്ജമ ചെയ്യുമ്പോൾ ഭീകര സംഘടന, ഭീകരവാദ സംഘടന, തീവ്രവാദ സംഘടന, ഇങ്ങനെ പല രീതിയിലൊക്കെ പറയാറുണ്ട്. നിയമത്തിൽ ഒരു വാക്ക്, ഒറ്റ വാക്കേ ഉപയോഗിക്കാവൂ. ആ വാക്കിൻ്റെ പരിധിയിൽ എന്താണ് വരുന്നതെന്ന് ആ നിയമത്തിൽ തന്നെ, ഡെഫിനിഷനിൽ തന്നെ എഴുതാം. അപ്പോൾ നിയമത്തിൽ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്നാണ്. ആ അർത്ഥത്തിൽ, നിയമത്തിൽ പറഞ്ഞ അർത്ഥത്തിലുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അല്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് സുപ്രീം കോടതി ഒരു ജഡ്ജ്മെന്റിൽ ഇട്ടു. ഇത് പോപ്പുലർ ഫ്രണ്ട് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണോ അല്ലയോ എന്നുള്ള ചോദ്യം കോടതിയുടെ മുമ്പിൽ വന്നപ്പോഴല്ല ഈ നിരീക്ഷണം. ഒരാളുടെ ജാമ്യാപേക്ഷയിലാണ്. ജലാലുദ്ദീൻ ഖാൻ ബീഹാറുകാരനാണ്. നമ്മളെ നൂപുർ ശർമ്മ സംഭവത്തിന് ശേഷം രാജ്യമെങ്ങും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, 1-2 കൊലപാതകങ്ങളുണ്ടായി, മുസ്ലിങ്ങളാകെ കൂടെ ക്ഷോഭിച്ചു വശായി. അന്നാണ് തെക്കേ ഇന്ത്യയിലുള്ള നമ്മളൊക്കെ ഈ സർ തൻ സെ ജുദ എന്നുള്ള മുദ്രാവാക്യം കേൾക്കുന്നത്. സർ തൻ സെ ജുദ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് തല വേർപെടുത്തും, അല്ലെങ്കിൽ വേർപെടും എന്നാണ് ആ മുദ്രാവാക്യത്തിന്റെ ഭീഷണി. ഏതായാലും അപ്പോഴാണ് നമ്മൾ ഇതൊക്കെ കേൾക്കുന്നത്. ആ സമയത്താണ് നരേന്ദ്രമോദി ബീഹാറിലേക്ക് പോകുന്നത്. അപ്പോൾ നരേന്ദ്രമോദിയുടെ യോഗത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ കുറച്ച് പേര് തീരുമാനിച്ചു. അവർ പോപ്പുലർ ഫ്രണ്ടുകാരായിരുന്നു. അവരുടെ ബിൽഡിങ്, ഒരു വലിയ ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ 1-2 മുറികളാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് അവിടെ വെച്ച് ഗൂഢാലോചന നടന്നുവെന്നും അവരുടെ കുറേ ഡോക്യുമെന്റ്, CD, മൊബൈൽ ഫോൺ, സിം കാർഡ് ഇത്യാദിയൊക്കെ പോലീസ് പിടിച്ചെടുത്തു. ഒരുപാട് പേരെ അറസ്റ്റൊക്കെ ചെയ്തു. ആ കൂട്ടത്തിൽ ഒരാളാണ് ജലാലുദ്ദീൻ ഖാൻ. ജലാലുദ്ദീൻ ഖാന്റെ കുറ്റം, ഈ പോപ്പുലർ ഫ്രണ്ടിന് ഈ മുറി വാടകയ്ക്ക്, അവരുടെ ഓഫീസായി പ്രവർത്തിക്കാൻ വാടകയ്ക്ക് കൊടുത്തു. അതുകൂടാതെ അവരുടെ ഒരു അംഗമായിട്ട് പ്രവർത്തിച്ചു. അവരുടെ ഗൂഢാലോചനയിൽ പങ്കെടുത്തു. അവർ ഇസ്ലാമിന് ചെയ്യേണ്ട കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, ഇതൊക്കെ അവർ പ്ലാൻ ചെയ്തു. മൊത്തം ഭാരതത്തിൽ ചെയ്യേണ്ട ചീത്ത കാര്യങ്ങളും അവർ പ്ലാൻ ചെയ്തു. മൊത്തം ഭാരതത്തെ ഇസ്ലാമിക രാജ്യമാക്കുന്ന ഗൂഢാലോചനയും അവിടെ വെച്ച് നടന്നു. ഇതിലൊക്കെ ഈ ജലാലുദ്ദീൻ ഖാൻ പങ്കുണ്ട് എന്നാണ് ബേസിക് കേസ്. അപ്പോൾ അതിൽ ജലാലുദ്ദീൻ ഖാൻ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മെമ്പറായിരുന്നു എന്ന് പറഞ്ഞിടത്താണ് കോടതി പറഞ്ഞത് മറ്റെന്തും ശരിയാവാം, പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഒരു നിയമപരമായി ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല. ജലാലുദ്ദീൻ ഖാന്റെ ഈ ബെയിൽ ആപ്ലിക്കേഷൻ പരിശോധിച്ചിട്ട് കോടതി ചുരുക്കത്തിൽ കണ്ടെത്തിയത് ഞാൻ വീഡിയോയ്ക്ക് നീളം കുറയ്ക്കാനായിട്ട് പറയാം. ഈ പറഞ്ഞ കുറ്റമൊന്നും ജലാലുദ്ദീൻ ഖാൻ ചെയ്തതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല. കാരണം ജലാലുദ്ദീൻ ഖാനെ അറസ്റ്റ് ചെയ്തത് കൂട്ടത്തിലുള്ള ഒരാളിന്റെ മൊഴി അനുസരിച്ചാണ്. അയാളുടെ മൊഴിയിൽ ജലാലുദ്ദീൻ ഖാൻ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തതായിട്ട് പറയുന്നില്ല. ഗൂഢാലോചനയൊക്കെ കഴിഞ്ഞപ്പോൾ
ബിൽഡിങ്ങിന്റെ ഉടമസ്ഥനാണ് എന്ന് പറഞ്ഞ് ജലാലുദ്ദീൻ ഖാനെ പരിചയപ്പെടുത്തുന്ന രംഗം ഇയാൾ പറയുന്നുണ്ട്. അപ്പൊ ഗൂഢാലോചനയിൽ പങ്കെടുക്കുകയും ഗൂഢാലോചന കഴിയുമ്പോൾ ആ ഗൂഢാലോചന നടന്ന ബിൽഡിങ്ങിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ് ഇയാളെ പരിചയപ്പെടുത്തുന്നത് ഒരു കുറ്റമാണ് അല്ല. അപ്പൊ പ്രഥമ ദൃഷ്ട്യാ കോടതി പറഞ്ഞു ഇത് കുറ്റം ഒരുപക്ഷെ ഇയാൾ ചെയ്തിട്ടുണ്ടാവാം. കോടതികൾ പറയുന്നത് ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ ന്യായമുണ്ടോ? തുടർച്ചയായി 10 വർഷം ഭൂരിപക്ഷം കിട്ടിയിട്ടും ഭരണം കയ്യിലായിരുന്നിട്ടും ഇവരെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് വീണ്ടും ഇവർ തലപൊക്കുന്നത്. ഈ സുപ്രീം കോടതിയുടെ ഈ വിധി 2 രീതിയിൽ പ്രാധാന്യം അർപ്പിച്ചു. മീഡിയയിലൊക്കെ വന്നതാണ്. ഒന്ന്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അല്ല എന്ന് കോടതി കണ്ടെത്തി. 2, ഒരാൾക്ക് ജാമ്യം കൊടുക്കുക എന്നുള്ളതാണ് മര്യാദ, കൊടുക്കാതിരിക്കുന്നത് എക്സെപ്ഷനാണ്. ബെയിൽ ഈസ് റൂൾ, ജയിൽ ഈസ് എക്സെപ്ഷൻ. ഇത് പണ്ട് വി ആർ കൃഷ്ണയ്യർ സുപ്രീം കോടതിയിൽ ഇരുന്നപ്പോൾ സെറ്റിൽ ചെയ്ത ഒരു പ്രിൻസിപ്പിളാണ്. അതൊന്നും എല്ലാ കോടതികളൊന്നും അനുവദിക്കാറില്ല. മാത്രമല്ല ഈ UAPA കേസുകളിലൊക്കെ അങ്ങനെ UAPA കേസുകളിൽ ഏതൊക്കെ കാര്യങ്ങൾ വന്നാൽ ജാമ്യം കൊടുക്കാം എന്ന് വരെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ വളരെ കുറവാണ് കോടതികൾക്ക് UAPA കേസുകളിൽ, രാജ്യദ്രോഹ കേസുകളിലൊക്കെ. അപ്പൊ അങ്ങനെ ബെയിൽ ഈസ് റൂൾ എന്നുള്ള അബ്സല്യൂട്ട് തത്വമൊന്നുമില്ല. ബെയിൽ ഈസ് റൂൾ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കീഴ്ക്കോടതികളോ ഹൈക്കോടതികളോ അങ്ങനെ ബെയിൽ കൊടുക്കാറില്ല. അങ്ങനെയാണ് ജലാലുദ്ദീൻ ഖാൻ സുപ്രീം കോടതിയിൽ വരേണ്ടി വന്നത്. ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്നത് 2022 ജൂലൈ 12 2 വർഷമായി ഇദ്ദേഹം ജയിലിലാണ്. അപ്പോൾ ഇയാൾക്ക് എങ്ങനെ ജാമ്യം കൊടുക്കാം എന്നാണ് കോടതികൾ നോക്കേണ്ടത്. അതിന്റെ അധിക മെറിറ്റിലേക്ക് ഒരു മിനി വിചാരണ നടത്തേണ്ട കാര്യമില്ല. നമ്മള് നൂപുർ ശർമ്മയുടെ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിധി രാജ്യത്തെ മുഴുവനും നിരാശയിൽ അകപ്പെടുത്തുന്നതായിരുന്നു. അതോടെ ജനങ്ങൾ ഇതിൻ്റെ സുപ്രീമസിയെ കൂടുതൽ സംശയത്തോടെ വീക്ഷിക്കാൻ തുടങ്ങി. ഇപ്പോഴിതാ കൈവെട്ടുന്നതും കാലുവെട്ടുന്നതും തലവെട്ടുന്നതുമൊക്കെ 10 സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ ഞങ്ങൾ പ്രാപ്തരാണ് എന്ന മുദ്രാവാക്യമൊക്കെ തീവ്രവാദമല്ല എന്നുകൂടി തെളിഞ്ഞിരിക്കുന്നു. ദൃഷ്ട്യാ തെളിവുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. പ്രഥമ ദൃഷ്ട്യാ പോലും ജലാലുദ്ദീൻ ഖാൻ ഈ തെറ്റൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. മുറി വാടകയ്ക്ക് കൊടുത്തു, അങ്ങനെ ഒരു ലാബറട്ടറി അവിടെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, വേറെ എന്തോ കച്ചവടം സംഭവമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനത്തെ ബില്ലിംഗ് ആണ്. ഒരു മുറി ഓരോരുത്തർ കൊടുത്തിരിക്കുന്നു, ഒരെണ്ണം പോപ്പുലർ ഫ്രണ്ടിനെ കൊടുത്തു. അപ്പൊ അവരുടെ ഒരു യോഗം കഴിഞ്ഞപ്പോൾ ആരെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ചേട്ടനൊന്നും ആ ചേട്ടനെ പരിചയപ്പെടുത്തുന്നു, നമ്മുടെ ആൾക്കാരാണ്. ഓ പുള്ളി അവിടെ പോയി, ഇതാണ് നമുക്ക് മുറി തന്ന ആൾ കേട്ടോ. മുറിക്ക് വാടകയും എടുത്തിട്ടുണ്ട്, വെറുതെ കൊടുത്തൊന്നുമില്ല, 16,000 വാടകയും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു ഈ പറയത്തക്ക കുറ്റമൊന്നും പ്രഥമ ദൃഷ്ട്യാ ചെയ്തതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരാൾക്ക് എങ്ങനെ ബെയിൽ കൊടുക്കണം എന്നുള്ള ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഈ ആൾക്ക് ബെയിൽ കൊടുക്കാനുള്ള ന്യായങ്ങളാണ് കൂടുതൽ. അതിനാൽ ഞങ്ങൾ ജാമ്യം കൊടുക്കുന്നു. ജാമ്യം കൊടുക്കുന്നത് അവരൊന്നും കൊടുക്കുകയല്ല വേണ്ട, അവര് ഒരാഴ്ചയ്ക്കുള്ളിൽ കീഴ്ക്കോടതി ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണമെന്നും അതിന്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ കീഴ്ക്കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. ജാമ്യം കൊടുക്കണം എന്നൊരു നിർദ്ദേശം മാത്രമാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ജാമ്യത്തിന്റെ കണ്ടീഷൻസ് കീഴ്ക്കോടതി തീരുമാനിക്കട്ടെ. ജാമ്യത്തിന്റെ കണ്ടീഷൻസ് ഈ UAPA അഥവാ സർക്കാരിന് അതിൽ വാദിക്കാനുള്ള അവസരവും കൊടുക്കണം. ഇന്ന കണ്ടീഷൻ ഇട്ട് ജാമ്യം കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞത് ഭൂലോകത്തില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിന്റെ പുറത്തേക്ക് കിടക്കുന്നത് ഈ വീട്ടിൽ താമസിക്കും. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ പ്രാക്ടിക്കലി വീണ്ടും ജയിലാവുന്ന രീതിയിലുള്ള കണ്ടീഷൻ ഇരിക്കാനൊക്കെ പറ്റും. പോലീസുകാരൊക്കെ പറ്റും. എല്ലാ ദിവസവും രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാകും. അപ്പോൾ കുടുങ്ങിയിൽ ജാമ്യം കിട്ടിയിട്ട് എന്താ പ്രയോജനം? നേരം കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാകും. ഒപ്പിടാൻ വരട്ടെ, അവിടെ നിൽക്കേ, SI വരട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾ ഉച്ചവരുന്നത് തിരിച്ചു വീട്ടിലെത്തിയിട്ട് നേരെ നീയൊന്നും ചെയ്യാനില്ല. ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന ഏർപ്പാടുണ്ട്. എന്ത് ആയിക്കോട്ടെ, സുപ്രീം കോടതി പറഞ്ഞു ആ വാദങ്ങളൊക്കെ വീണ്ടും കീഴ്ക്കോടതിയിൽ നടക്കട്ടെ, പക്ഷെ ജാമ്യം കൊടുക്കണം. എന്തൊക്കെ തർക്കം ഉണ്ടെങ്കിൽ ജാമ്യം കൊടുക്കണം. ഇതിൽ ഈ സുപ്രീം കോടതി ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അല്ല എന്ന് പറയാൻ കാര്യം എന്താ? സുപ്രീം കോടതി അത് പറയുന്നുണ്ട്. As regards the second part of being a member of a terrorist organization, as per section 2M of UAPA, a terrorist organization means an organization listed in the first schedule or an organization operating under the same name as the organization was listed. ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് UAPA സെക്ഷൻ 2(M) എന്താണ് എന്ന് കേന്ദ്ര സർക്കാരിന്റെ ആക്ടിൽ പറയുന്നുണ്ട്. ആ ആക്ടിൽ തന്നെ ഫസ്റ്റ് ഷെഡ്യൂളിൽ ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ എല്ലാം പേര് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഷെഡ്യൂളിൽ പേര് വന്നാൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ നിയമപരമായിട്ട് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആകുമ്പോൾ. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു? പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു. വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് പറയാം ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ നിരോധിച്ചു എന്ന് പറയാം. ശരി, പക്ഷെ നിയമപരമായിട്ട് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആകണമെങ്കിൽ UAPA ആക്ടിന്റെ 1ാം ഷെഡ്യൂളിൽ പേര് വരണം. അത് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടില്ല. എങ്ങനെയുണ്ട് കേന്ദ്ര സർക്കാരിനെ വിടും? ഞാൻ UAPA ആക്ട് നിങ്ങളെ കാണിക്കാം. എവിടെ അത്? ഉണ്ട്. UAPA ആക്ട് വളരെ ചെറിയ ആക്ടാണ്. ഇതിന്റെ 27ാം പേജ്, ഫസ്റ്റ് ഷെഡ്യൂൾ. അതിലാണ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് പേര് കൊടുക്കും. ആദ്യത്തത് ബബർ ഖൽസ ഇന്റർനാഷണൽ, ഖാലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ്, ഖാലിസ്ഥാൻ സിന്ദാബാദ് ഫോഴ്സ്, ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്.
അങ്ങനെ പോയി 1, 2, 3, 24, 25, 42 ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ആണ് ഇന്ത്യ ടെററിസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ. ഇതിനകത്ത് ഹമാസും ഇല്ല, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും ഇല്ല. അത് ചേർക്കേണ്ടതല്ലേ? പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചാൽ മാത്രം പോരല്ലോ, അവരുടെ പേര് ഈ ഷെഡ്യൂളിൽ എഴുതിയിരിക്കണം. അപ്പോഴല്ലേ കോടതികൾക്ക് ഇത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണെന്ന് ബോധ്യപ്പെടുള്ളൂ. ഒരാൾ പോയിട്ട് സാറേ അത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ്, അതുകൊണ്ടാണ് അവരെ നിരോധിച്ചത്. ശരിയല്ലോ, ഈ ഷെഡ്യൂളിൽ പേരില്ലാത്തത് എന്താ? ഈ ഷെഡ്യൂൾ നമുക്ക് ബാക്കിയുള്ളവരൊക്കെ ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട്. ജമാഅത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശ്, ജമാഅത്തുൽ മുജാഹിദീൻ ഇന്ത്യ, ഓർ ജമാഅത്തുൽ മുജാഹിദീൻ ഹിന്ദുസ്ഥാൻ ആൻഡ് ഓൾ ഇറ്റ്സ് മാനിഫെസ്റ്റേഷൻസ്. ഈ പറഞ്ഞ സംഘടനകളോ അത് മറ്റു രീതിയിൽ എന്തെങ്കിലും മുഖം കാണിക്കുകയാണെങ്കിൽ അതും ഭീകര സംഘടനയാണ്. ഇങ്ങനെയൊക്കെ എഴുതാൻ സർക്കാരിന് സാമർത്ഥ്യമുണ്ട്. ഇതാ 38 നോക്കൂ. ഇസ്ലാമിക് സ്റ്റേറ്റ് ഒബ്ലിക് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് ലെവന്റ്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ ഡായിഷ്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഖൊറാസാൻ പ്രോവിൻസ്, ISIS വിലായത് ഖൊറാസാൻ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് ഷാം ഖൊറാസാൻ ആൻഡ് ഓൾ ഇറ്റ്സ് മാനിഫെസ്റ്റേഷൻസ്. ഇവന്മാർ എന്തെല്ലാം കളി കളിച്ചാലും അത് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് മാറും. ബട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇല്ല. അതിനാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിയമം തെറ്റിയ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അല്ല. അപ്പൊ അവർ നിരോധിക്കപ്പെട്ട സംഘടനയല്ലേ? ആണ്, നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അല്ല. പക്ഷെ അവർ ടെററിസം നടത്തിക്കൊണ്ടല്ലേ നിരോധിക്കപ്പെട്ടത്? അതെ. അപ്പൊ സംഭവിക്കുന്നത് ടെററിസ്റ്റ് ആക്ട് നടത്തിയതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് നിയമത്തിൽ പറയാം. പക്ഷെ അപ്പോഴും ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് പ്രശ്നം. ഇപ്പോ ഇത് വ്യക്തികൾക്കും ബാധകമാണ് കേട്ടോ. ഞാൻ TG മോഹൻദാസ് എന്ന വ്യക്തി. ഇപ്പോ ബംഗ്ലാദേശിലും ഒരു കോടതി വിധിയല്ലേ കലാപത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത്? PFI തീവ്രവാദ സംഘടനയല്ലെങ്കിൽ, ഹമാസ് തീവ്രവാദ സംഘടനയല്ലെങ്കിൽ പിന്നെ എന്താണ് എന്ന് കോടതി പറയണ്ടേ? ഈ പോക്കാണ് നമ്മുടെ നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ 2047 വരെയൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. കാരണം ബംഗ്ലാദേശിൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ് രാജിവെക്കേണ്ടി വന്നത്. പ്രധാനമന്ത്രിയോടാണ് ബംഗ്ലാദേശ് ആർമി 45 മിനിറ്റ് സമയം വാണിംഗ് കൊടുത്തത് രാജിവെക്കുന്നതിന് വേണ്ടി. തീവ്രവാദ പട്ടിക ഷെഡ്യൂൾ ചെയ്തതിൽ ഹമാസുമില്ല, പോപ്പുലർ ഫ്രണ്ടുമില്ല എന്ന യാഥാർത്ഥ്യം ഏതെങ്കിലും മാധ്യമങ്ങൾ നമ്മളോട് വിളിച്ചു പറഞ്ഞു? ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് ചെറിയ ചെറിയ ഓൺലൈൻ മീഡിയകൾ വളർന്നു വരുന്നതെന്ന്? അവർ നിർഭയം ഇത്തരം യാഥാർത്ഥ്യങ്ങൾ, കൈപ്പേറിയ നഗ്നസത്യങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയുന്നത് കൊണ്ട് ജനങ്ങൾക്ക് മുഖ്യധാരാ മാധ്യമങ്ങളെക്കാൾ, പ്രീണന മാധ്യമക്കാരെക്കാൾ ഏറെ താല്പര്യവും വിശ്വാസവും ഇത്തരം മാധ്യമങ്ങളെ ആയതുകൊണ്ട്. നന്ദി.